കുറേ അധികം നാളുകളായിട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു കോംബോ സിനിമ കൂടിയാണ് എന്ന കാരണം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് എനിക്ക് പേഴ്സണലി തോന്നുകയും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആദ്യത്തെ ദിവസം പറ്റാവുന്ന ഷോയ്ക്ക് തന്നെ കയറിയത് ഏറ്റവും രാത്രിയായാലും കുഴപ്പമില്ല എന്നാലും പോകാമെന്നുള്ള രീതിയിൽ മഴയത്ത് സിനിമയ്ക്ക് കയറി. സിനിമ തുടങ്ങി ഭയങ്കര ആവേശമായിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിൽ. ടൈറ്റിൽ കാർഡ് വരുന്നതിനൊക്കെ മുമ്പ് തുടങ്ങി എന്തൊക്കെയോ ചെറുതായിട്ട് എഴുതി കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര ഓളം വരുന്നു. പടം തുടങ്ങുമ്പോൾ ആ ഒരു ടൈറ്റിൽ കാർഡ് വരുമ്പോൾ എല്ലാവരും ഭയങ്കര സെലിബ്രേഷൻ മൂഡിലാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ഹൈ പോയിൻ്റ് ആവേണ്ടിയിരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോഴേക്കും ആളുകൾ അപ്പോഴേക്കും അടുത്തൊരു മൂഡിലേക്ക് പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താ കാരണമെന്ന് അറിയില്ല. അവിടെയും എന്നിട്ടും കുറച്ചൊക്കെ ഒരു ഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. ആളുകൾക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും ഇമ്പ്രസീവ് അല്ലാത്തൊരു സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി. എക്സൈറ്റ്മെൻറ്റ് തരുമെന്ന് പ്രതീക്ഷിച്ച ഇൻ്റർവെല്ല് വരെ കാത്തിരുന്നിട്ടും ഒന്നും കിട്ടാതായപ്പോൾ 1-2 പോയിന്റിൽ മാത്രം കൈയടിക്കാനേ ഉണ്ടായുള്ളൂ എന്നുള്ളൊരു വിഷമത്തിലെ ആളുകൾ ഇരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഹലോ നമസ്കാരം, വെൽക്കം ടു മോളിവുഡ് ടോക്സ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിട്ടുള്ള കൂലിയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും നല്ല വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് മൊമെൻറ്റുകളുണ്ട്. അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ കുറച്ച് മൊമെൻറ്റുകളിൽ ഒരു 3 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു വലിയ സിനിമ എന്ന് പറയുന്നത് ക്യാൻവാസിനേക്കാൾ ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് വളരെ വലുതായി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു 3-4 രംഗങ്ങൾ വളരെയധികം വർക്ക് ചെയ്തു എനിക്ക്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് 4-5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഫ്ലാഷ് ബാക്ക്. അത് അവർ എടുത്തിരിക്കുന്ന രീതി വണ്ടടിച്ചു പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ സാഡ്ലി അതിലോട്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു വളരെ ഡ്രാഗി ആയിട്ടുള്ള, വളരെ ഇല്ലോജിക്കലായിട്ടുള്ള, വളരെ അണ്ടർ എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ക്യാരക്ടറൈസേഷൻസ് ഒക്കെയുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉള്ള സിനിമയായി പോയത്. ഒരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമയിലെ ചില ഗാനരംഗങ്ങൾ, ചില സ്ഥലങ്ങളിലെ ആക്ഷൻ ബ്ലോക്കുകൾ, ഇതിലെ മറ്റ് ഒരുപാട് സൂപ്പർ താരങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക്, ഉപേന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ആളുടെ കുറച്ച് സീക്വൻസസ്, ആളുടെ ഒരു സ്വാഗ്, ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് പേഴ്സണലി പടത്തിൽ ഇത്ര വർക്കായി എന്ന് പറയാവുന്നത്. അതുപോലെ രജനീകാന്തിൻ്റെ കുറച്ച് ഇമോഷണൽ മൊമെൻറ്റ്സ് നന്നായിട്ട് ക്യാപ്ചർ ചെയ്തു എന്ന് തോന്നി. പക്ഷേ മാസ് മൊമെൻറ്റ്സിലേക്ക് വരുമ്പോൾ രജനീകാന്തിനെ കൊണ്ട് ഏറ്റവും നന്നായി ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ പോലും വളരെ വളരെ വീക്കായ പോലെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ ബെറ്ററായി സ്റ്റേജ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ പോലെ. രജനീകാന്തിന് വേണ്ടി ഹൈ മൊമെൻറ്റ്സിലേക്കൊക്കെ രജനീകാന്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മറ്റ് പല ലൂസ് എൻഡുകളും നമ്മളെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാഴ്ചയായിരുന്നു സിനിമ സമ്മാനിച്ചത്. സൗബിൻ്റെ കഥാപാത്രം എഴുത്തിൽ ഗംഭീരമായിരുന്നെങ്കിലും പ്രസൻറ്റേഷനിൽ അത്ര വർക്കാവാത്ത പോലെയാണ് തോന്നിയത്. നാഗാർജുനയുടെ ക്യാരക്ടർ എഴുത്തിലും വീക്കായിരുന്നു, പ്രസൻറ്റേഷനിലും വീക്കായിരുന്നു. പുള്ളിയുടെ ഒരു ലുക്ക് ആൻഡ് സ്വാഗ് എന്നതിനപ്പുറത്തേക്കൊന്നും ആ ക്യാരക്ടറിന് ചെയ്യാനില്ല. അമീർ ഖാൻ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇടയ്ക്കൊരു ബീഡി കത്തിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാൻ തോന്നിയിട്ടുള്ള ഒരെണ്ണം രജിത റാമിൻ്റെ ക്യാരക്ടറാണ്. ശ്രുതി ഹാസൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് റേഞ്ച്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഹൈ ഉണ്ടാവും എന്ന് വിചാരിച്ചപ്പോൾ ശ്രുതി ഹാസനെ വെറും ഒരു ഇമോഷണൽ ഒരു സ്പേസിലേക്ക് തള്ളിവിടുകയും സത്യരാജിൻ്റെ കാര്യമായിട്ടുള്ള സ്പേസ് ഇല്ലാതിരിക്കുന്ന അങ്ങനെ ഒരു ട്രാക്ക് അവിടെ സെറ്റ് ചെയ്യുകയും ഒട്ടും പ്രതീക്ഷിക്കാത്തടത്ത് രജിത റാം അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എഴുത്തിലും പ്രസൻറ്റേഷനിലും വർക്കായും തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. എന്നാൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിൽ അതും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയി എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. ആൻഡ് ലോകേഷ് കനകരാജ് ആ പേര് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സിനിമ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നുമായിരുന്നു. ബട്ട് ഒരിക്കലും ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമയിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. ഈ സിനിമയുടെ ബേസിക് കളർ ഗ്രേഡിങ് മുതലുള്ള എല്ലാ വിഷയങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി മറ്റു വീഡിയോകളുടെ വീണ്ടും കാണാം. ബൈ.